Dear students, today we will discuss about inventory control techniques. Okay. So എന്താണ് ഇൻവെന്ററി എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മെറ്റീരിയൽസ് നമ്മൾ വിൽക്കാൻ വെച്ചേക്കുന്ന മെറ്റീരിയൽസ് അല്ലെ, മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ മെഡിസിൻസ്, അതുപോലെ വേറെ എക്യുപ്മെന്റ്സ്, വേറെ മെഡിക്കൽ ഡിവൈസസ്, സോ അതിനൊക്കെയാണ് നമ്മൾ ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇൻവെന്ററി കൺട്രോൾ ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. ഓക്കെ, എന്തിനായിരിക്കും നമ്മൾ ഇൻവെന്ററീസ് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത്? ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? അപ്പം നമ്മളിപ്പം മെഡിസിൻസ് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ പല വിലയുടെ മരുന്നുകൾ ഉണ്ടായിരിക്കും. അത് എത്രമാത്രം സ്റ്റോക്ക് ചെയ്ത് വെക്കണം? ഇപ്പം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് വെക്കുമോ? ഇല്ല അല്ലെ. അതുപോലെ വേഗം പോകുന്ന മരുന്നുകൾ, വേഗം ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന മരുന്നുകൾ നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അതുപോലെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില കേസിൽ നമുക്ക് ഇപ്പം പേഷ്യൻ്റ് അവിടെ വന്നു, ചിലപ്പോൾ മരുന്ന് അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ ഇപ്പം ലൈക്ക് പാരസിറ്റമോൾ പോലുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ നമ്മൾ BP യൂസ് ചെയ്യുന്ന മരുന്ന്, ഷുഗറിന് യൂസ് ചെയ്യുന്ന മരുന്നുകൾ, സോ ഇതെല്ലാം എപ്പോഴും ആൾക്കാർ വാങ്ങിക്കുന്നതാണ് അല്ലേ. സോ അപ്പോൾ അത് തീരുന്നതിന് മുന്നേ നമ്മൾ ആ മരുന്നിന്റെ സ്റ്റോക്ക് തീരുന്നതിന് മുന്നേ നമ്മൾ അടുത്തത് ഫില്ല് ചെയ്ത് വെക്കണം. മനസ്സിലായോ? സോ അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ തീർന്നു എന്ന അത്യാവശ്യമായിട്ടുള്ള എസെൻഷ്യൽ മെഡിസിൻസ് ഉണ്ട്. സോ അപ്പോൾ അതെല്ലാം നമ്മൾ സ്റ്റോക്ക് കംപ്ലീറ്റ്ലി തീരുന്നതിന് മുന്നേ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് വെക്കണം. സോ അപ്പോൾ അതിന് ഓരോരോ നമ്മൾ ഇൻവെന്ററി കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ അത് എന്ത് വേണ്ടിയിട്ടാണെന്നുള്ളത്, ഇൻവെന്ററീസ് കൺട്രോൾ ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്താണ്, എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്, അതിന്റെ പാരാമീറ്റേഴ്സ്, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സ്. സോ ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താ? ദ പ്രൊസീജിയർ ഓഫ് ഹാൻഡ്ലിംഗ് ഇൻവെന്ററി ഓഫ് മെഡിസിൻസ്. അപ്പം മെഡിസിൻസിന്റെ ഇൻവെന്ററിനെ ഹാൻഡിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? സോ ആസ് ടു ഫുൾഫിൽ ദ ഡിമാൻഡ് ഓഫ് ദ കസ്റ്റമേഴ്സ് അറ്റ് കമ്പാരിറ്റീവ്ലി ലോവർ പ്രൈസസ് അല്ലെ. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ്സിനെ ഫുൾഫിൽ ചെയ്യുക, അതും ലോവർ പ്രൈസിലായിരിക്കണം. വിത്ത് ലെസ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് കോൾഡ് ഇൻവെന്ററി കൺട്രോൾ. അതായത് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കുറവായിരിക്കണം. അതുപോലെ കസ്റ്റമേഴ്സിന് നമ്മൾ അവരുടെ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യുകയും വേണം. അതുപോലെ അവർക്ക് നമ്മൾ ഏറ്റവും പറ്റാവുന്നതിലും കുറഞ്ഞ പ്രൈസിൽ അവർക്ക് അവൈലബിൾ ആക്കുകയും ചെയ്യണം. സോ അങ്ങനെ നമ്മൾ മെഡിസിൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് എന്ത് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ ഓഫ് മെഡിസിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഇനി എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഇൻവെന്ററി കൺട്രോളിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ഇറ്റ് അഷ്യൂർസ് അഡിക്വേറ്റ് സപ്ലൈ ഓഫ് മെഡിക്കൽ ഗുഡ്സ് ടു കസ്റ്റമേഴ്സ് ആൻഡ് മിനിമൈസസ് ദി ചേഞ്ചസ് ഓഫ് ഷോർട്ടേജസ് ഇൻ ദ ഡ്രഗ് സ്റ്റോർ. അതായത് എന്താണ്? കസ്റ്റമേഴ്സിന് സപ്ലൈ എൻഷുർ ചെയ്യുക, കറക്റ്റ് സമയത്ത് സപ്ലൈ എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഷോർട്ടേജിനൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മിനിമൈസസ് ചേഞ്ചസ് ഇൻ ഷോർട്ടേജസ് ഇൻ ദ ഡ്രഗ് സ്റ്റോറിലെ ചേഞ്ചസ്, അതായത് ഷോർട്ടേജ് ഉണ്ടാവുന്നതിന് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് പ്രോപ്പർ റെക്കോർഡ്സ് ഇൻ ദ ഡ്രഗ് സ്റ്റോർ. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും അതിൻ്റെയൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ്സ് നമുക്ക് ഡ്രഗ് സ്റ്റോറിൽ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പ്രോപ്പർ ആയിട്ട് ഇൻവെന്ററി കൺട്രോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം പ്ലാനിങ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മെഡിക്കൽ പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് ഷോർട്ട് ടൈമിലേക്കാണെങ്കിലും ലോങ് ടൈമിലേക്കാണെങ്കിലും നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ പ്രൊഡക്ഷൻ, മെഡിക്കൽ പ്രൊഡക്ട്സിന്റെ പ്രൊഡക്ഷൻ നമുക്ക് അക്കോർഡിംഗ് ടു ഇൻവെന്ററി പ്രകാരം നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇറ്റ് ഓൾസോ ഒപ്റ്റിമൈസസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടൈഡ് അപ്പ് ഇൻ ഇൻവെന്ററി ഓഫ് ദ ഡ്രഗ് സ്റ്റോർ. അതായത് നമ്മൾ ഈ ഡ്രഗ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് നമ്മൾ പേ ചെയ്യണമല്ലോ, ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. സോ അത് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇൻവെന്ററി കൺട്രോൾ ഹെൽപ്സ് ഇൻ ബ്രിങ്ങിങ് എഫിഷ്യൻസി ഇൻ പർച്ചേസിങ് എഫിഷ്യൻസി ഉണ്ടാവും. അതുപോലെ സ്റ്റോറിങ്, അക്കൗണ്ടിങ് ഓഫ് മെഡിക്കൽ പ്രൊഡക്ട്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ടിങ്, സ്റ്റോറിങ്, അതുപോലെ പർച്ചേസിങ് എഫിഷ്യൻസി ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇൻവെന്ററി കൺട്രോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെന്ററി കൺട്രോളിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? നമുക്ക് കസ്റ്റമേഴ്സിന് ബെറ്റർ സർവീസ് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ പ്രൊഡക്ഷൻ ഓപ്പറേഷൻ, ഇപ്പൊ നമ്മൾ മാനുഫാക്ചറിങ് ആണെങ്കിൽ അതിന്റെ ഓപ്പറേഷൻസിന് ഒരു കണ്ടിന്യൂറ്റി കിട്ടും. അതുപോലെ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ലോസ്. അതായത് ഇപ്പൊ നമ്മൾ അധികം പെട്ടെന്ന് പോകാത്ത മരുന്നുകളൊക്കെ ഉണ്ട്, അത് നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആകുമോ?
ഓക്കെ, അപ്പൊ നമ്മൾ ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. എത്രമാത്രം ഡ്രഗ്സ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം, അപ്പം അതിന്റെ ആ ഒരു പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഓർഡർ ചെയ്യണം എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലോസിന്റെ റിസ്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട്, ചിലത് എക്സ്പയർ ആയി പോകും, അപ്പോൾ ആ ഒരു ലോസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ പ്രൊട്ടക്ട്സ് വേരിയേഷൻ ഔട്ട്പുട്ട്, അതായത് പല വേരിയേഷൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്. അതുപോലെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ചെക്ക് ഓൺ ലോസ് ഓഫ് മെറ്റീരിയൽ, അതായത് ഇൻവെന്ററി കൺട്രോൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏതാണ് വേസ്റ്റ് ആവാൻ ചാൻസ് ഉള്ളത്, വേസ്റ്റ് ആയി പോകുന്നത് നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. സോ മെയിൻ ആയിട്ട് കസ്റ്റമർ സർവീസ്, കണ്ടിന്യൂറ്റി ഓഫ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ്, മെയിൻ ആയിട്ടും എന്താണ് റിസ്ക് കുറയ്ക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ പ്രൊട്ടക്ട്സ് വേരിയേഷൻ ഇൻ ഔട്ട്പുട്ട്, നമ്മൾ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഏത് ഇൻവെന്ററി ആണ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്, അങ്ങനത്തെ അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫർദർ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ അത് കൺസിഡർ ചെയ്യും, ഇന്നത് ലോസ് ആയിപ്പോയി, അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് ഓർഡർ ചെയ്യാം. അങ്ങനെ നമുക്ക് ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ഇനി ഓരോ ടെക്നിക്സ് നമുക്ക് പഠിക്കാം. മോഡേൺ ടെക്നിക്സ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. അപ്പൊ ടെക്നിക്സും ഉണ്ട്, അതിൽ യൂസ് ചെയ്യുന്ന വേരിയസ് പാരാമീറ്റേഴ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ ഈസ് ABC അനാലിസിസ്. ABC അനാലിസിസ് എന്ന് പറയുമ്പോൾ ഓൾവേസ് ബെറ്റർ കൺട്രോൾ ടെക്നിക്കാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവാലുവേറ്റിംഗ് ദ ഡ്രഗ്സ്, നമ്മുടെ ഡ്രഗ് സ്റ്റോറിൽ പ്രസന്റ് ആയിട്ടിരിക്കുന്ന ഡ്രഗിനെ നമ്മൾ അതിന്റെ കോസ്റ്റ് പ്രൈസ് അതിന്റെ വാല്യൂ അനുസരിച്ചിട്ട് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യും ഡിഫറെന്റ് ഗ്രൂപ്പ് ആയിട്ട്. കാറ്റഗറി A, B, C ആയിട്ട് നമ്മൾ ഇൻവെന്ററീസിനെ കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ABC അനാലിസിസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഡ്രഗ് സ്റ്റോറിലുള്ള മൊത്തം ഡ്രഗ്സ് അതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ഇൻവെന്ററി ഐറ്റംസിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ലിസ്റ്റ് ഓൾ ഇൻവെന്ററി ഐറ്റംസ്, നമ്മുടെ ഡ്രഗ് സ്റ്റോറിലുള്ള എല്ലാ ഇൻവെന്ററീസിനെയും നമ്മൾ ലിസ്റ്റ് ചെയ്യുക. ലൈക്ക് നമുക്ക് മെഡിസിൻസ് ആവാം, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ആവാം, അവിടെ എന്തൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിനെ എല്ലാത്തിനെയും നമ്മൾ ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഡിറ്റർമൈൻ ദ ആനുവൽ കൺസംഷൻ വാല്യൂ, അതായത് ആനുവലി അത് എത്രമാത്രം വിറ്റ് പോകുന്നു, അതിന്റെ ആനുവൽ കൺസംഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം കാൽക്കുലേറ്റ് ദ ആനുവൽ കൺസംഷൻ വാല്യൂ ഓഫ് ഈച്ച് ഐറ്റം. ഓരോ ഐറ്റത്തിന്റെയും ആനുവൽ കൺസംഷൻ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ റാങ്ക് ചെയ്യും. ഓക്കെ, റാങ്ക് ഐറ്റംസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദിയർ ആനുവൽ കൺസംഷൻ വാല്യൂ. അപ്പൊ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കൺസംഷൻ വാല്യൂ ഉള്ള ഐറ്റം ഏറ്റവും ടോപ്പിൽ വരും, അതിനനുസരിച്ച് താഴോട്ട് എല്ലാത്തിനെയും ലിസ്റ്റ് ചെയ്യുക. ഇൻ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ അതിനെ റാങ്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക ഐറ്റംസിനെ. എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുക? ഐറ്റംസ് ഇൻറ്റു ABC കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ദിയർ ആനുവൽ കൺസംഷൻ വാല്യൂ. അപ്പം ആനുവൽ കൺസംഷൻ വാല്യൂ വെച്ചിട്ട് നമ്മുടെ ഇൻവെന്ററീസിനെ കാറ്റഗറൈസ് ചെയ്യുക. ഓക്കെ, ഇനി കാറ്റഗറൈസ് ചെയ്യുമ്പം നമ്മുടെ കാറ്റഗറി Aയിൽ എപ്പോഴും ഹൈ വാല്യൂ ഐറ്റംസ് ആയിരിക്കും. എങ്ങനെയാണ്? ഹൈ വാല്യൂ ഐറ്റംസ് ആയിരിക്കും. നമ്മുടെ ടോട്ടൽ ഇൻവെന്ററി, അതായത് ടോട്ടൽ ഇൻവെന്ററി എടുക്കുവാണെങ്കിൽ ടോപ്പ് 20% ഐറ്റംസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ടോട്ടൽ ഇൻവെന്ററിയിലെ 20% മാത്രമേ ഈ ഹൈ വാല്യൂ ഐറ്റം ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ അവരുടെ ടോട്ടൽ ഇൻവെന്ററി വാല്യൂ എന്ന് പറയുന്നത് 80% ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയുകയാണ്, ഇപ്പൊ നമ്മളിപ്പോ രണ്ട് മരുന്ന് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മരുന്ന്, ഓക്കെ, അത് രണ്ടെണ്ണം വിറ്റ് പോകുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് വരുവാണ്. നല്ലൊരു എമൗണ്ട്, നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നാണ്. അപ്പൊ നമുക്ക് ഒരുപാട് അത് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ മൊത്തത്തിലുള്ള 100%-ൽ ആകെ 20% മാത്രമേ ഈ ഹൈ വാല്യൂ ഉള്ള ഐറ്റംസ് ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻവെന്ററിയുടെ 80% ആയിരിക്കും അതിന്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി B എന്ന് പറയുമ്പോൾ മീഡിയം വാല്യൂ ആണ്. അതായത് നമ്മുടെ ടോട്ടൽ ആ ഡ്രഗ് സ്റ്റോറിലുള്ള ഇൻവെന്ററീസ് അതിന്റെ 30% ഐറ്റംസ് അവിടെ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷെ അതിന്റെ ടോട്ടൽ ഇൻവെന്ററി വാല്യൂ എന്ന് പറയുന്നത് 15% ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് C കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ ഉള്ള ഇൻവെന്ററീസിന്റെ 50% ഐറ്റംസും ഏതാണ്? ലോ കോസ്റ്റോ, അതായത് 50% ഐറ്റംസ്, അതായത്
ടോട്ടൽ ഇപ്പൊ 100 ഐറ്റം ഉണ്ടെങ്കിൽ അതിൽ 50 ഐറ്റംസ് എന്തായിരിക്കും ഈ സി കാറ്റഗറിയിലുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ സി കാറ്റഗറിയിലുള്ള ഐറ്റംസ് ആയിരിക്കും. അതിന്റെ ടോട്ടൽ ഇൻവെന്ററി വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5% വാല്യൂ അതിന് ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ ഇൻവെന്ററി വാല്യൂ ഉള്ള ഐറ്റം എത്രയേ ഉണ്ടായിരിക്കത്തുള്ളൂ? 20% ആ ഒരു ഡ്രഗ് സ്റ്റോറിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ABC ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? ABC അനാലിസിസിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? അപ്പൊ നമുക്ക് ഇവിടെ എപ്പോഴും പ്രയോറിറ്റൈസ്ഡ് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് അല്ലെ. പ്രയോറിറ്റി ആർക്ക് നമ്മൾ കൂടുതൽ കൊടുക്കും? അപ്പോൾ ഫോക്കസ് ഓൺ ഹൈ വാല്യൂ ഐറ്റംസിലായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ റെഡ്യൂസ് ദ ഇൻവെന്ററി കോസ്റ്റ് ബൈ ഒപ്റ്റിമൈസിങ് സ്റ്റോക്ക് ലെവൽസ്. അപ്പം ഇൻവെന്ററി കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇൻവെന്ററി മാനേജ് പ്രോസസ്സ് കുറച്ചുകൂടി സ്ട്രീം ലൈൻ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ.